ഇത്തവണ നമ്മൾ നാട്ടിൽ പോണത് ചേച്ചിയും പിള്ളേരും വെക്കേഷന് നിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് അവർ പറയുക എന്നോട് വീട്ടിലേക്ക് വരാൻ. അങ്ങനെ നമ്മൾ ലീവൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കൈയും കാലും പിടിച്ചിട്ട് ലീവൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഏട്ടൻ വരണില്ല, ഞാൻ മാത്രമാണ് പോണത്. എന്നെ കൊണ്ടാക്കാൻ വന്നതാ. 1:20 കേട്ടോ ട്രെയിന്. പിന്നെ നമ്മൾ രാജറാണി വന്നു കയറിയ ഉടനെ തന്നെ സീറ്റും കിട്ടി. ഇട ദിവസം ആയതുകൊണ്ട് തന്നെ ഇത്ര തിരക്കൊന്നും ഉണ്ടായില്ല, സുഖമായിട്ട് പോകാൻ പറ്റി. അതേപോലെ തന്നെ നാട്ടിൽ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഏകദേശം വാണിയമ്പലമൊക്കെ എത്തി. പിന്നെ അവിടെ കുറച്ച് നേരം ട്രെയിനൊക്കെ പിടിച്ചിട്ട് ലാസ്റ്റ് നിലമ്പൂരെത്തി. അപ്പോൾ അനിയനാണ് കൂട്ടാൻ വന്നിട്ടുള്ളത്. വീട്ടിലേക്ക് പോകും വഴി ഞാനാണ് വണ്ടി ഓടിച്ചത്. കാലും കൈയും പിടിച്ചിട്ടാണ് അവൻ്റെ നിന്ന് വണ്ടി കിട്ടിയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരാരും നീച്ചിട്ടുണ്ടാവില്ല. 6:30 ആയപ്പോഴത്തേനും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് മാത്രം അറിയാം ഞാൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ചളിപ്പനും പിന്നെ ഞാൻ വന്നാൽ പിന്നെ എൻ്റെ കാലിലോട്ടൊന്നും പോവുകയില്ല. ഓളെ ഏകദേശം ഫസ്റ്റ് റൂമിലായിരിക്കും കിടക്കുക. ഈ നേരം വെളുക്കുമ്പോഴത്തേനും അമ്മ എൻ്റെ മണ്ടയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്താണോ എന്തോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൂമിൽ കയറിയപ്പോൾ ആളവിടെ കിടപ്പുണ്ട്. നല്ല ഉറക്കമാണ്. ലേറ്റിട്ടിട്ടും കണ്ണൊന്നും തുറക്കണില്ല. അങ്ങനെ ഓൾ ഉറങ്ങിക്കോട്ടെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ലൈറ്റ് ഓഫാക്കി. ഇനി കുറച്ച് നേരം ഞാനും കൂടെ കിടന്നുറങ്ങട്ടെ. ബായ്.